ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലം, ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭം കുറിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം നൽകി തന്നു. ആദരവോട് വന്നു ചേർന്ന എല്ലാവർക്കും, ബഹുമാന്യ പാസ്റ്റേഴ്സ് കുടുംബങ്ങൾ ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും പ്രത്യേക വന്ദനവും അറിയിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം ഇങ്ങനെ ഉപവാസം ദൈവം ക്രമീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആ ദൈവത്തിന് നന്ദിയോട് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടം നമുക്കറിയാം, പുതുവർഷം നമുക്ക് ആരോഗ്യവും ആയുസ്സും തന്ന് നിർത്തി പുതിയ കൃപയും ബലവും ഒക്കെ നമുക്ക് നൽകി തരുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തെ പോലൊരു കാലഘട്ടം ആമേൻ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ ആമേൻ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഈ സാഹചര്യമാണ്. ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ഉപവാസം ക്രമീകരിക്കുക, അവലോട് അല്പജനം കടന്നു വന്നെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ ഭാഗ്യവാന്മാരാണ്. കാര്യം എന്താണെന്നറിയാമോ? ഈ ദുഷ്ടലോകത്തിൽ അനർത്ഥങ്ങൾ നിറഞ്ഞ പട്ടണത്തിൽ ഉപവസിക്കുന്ന ദൈവപൈതലിനെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. അനർത്ഥങ്ങളൊന്നും അത് വ്യസനത്തിന് കാരണമാകാതെ നീക്കുപോക്ക് നൽകി തൻ്റെ ജനത്തെ അവിടുന്ന് വിടുവിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വെല്ലുവിളികളുടെ നടുവില് ആമേൻ അതെ ഏലിയാവ് കർമ്മേലിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. തന്റെ ദാസന്റെ പ്രാർത്ഥനയുടെ മുൻപില് ഹല്ലേലൂയ ഒരു കൈ പോലൊരു മേഘം പൊങ്ങി. ഇതുവരെ ഇല്ലാത്ത മഴ, ആ 3 വർഷം ലഭിക്കാത്ത മഴ, ആ മുഴക്കം കണ്ടപ്പോൾ നോക്കിയേ, പ്രാർത്ഥിക്കുന്ന ദൈവ വേണ്ടി ദൈവം ആകാശം തുറന്നെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ യഥാർത്ഥ ഉപവാസം നമ്മൾ വെളിപ്പെടുമ്പോൾ, യഥാർത്ഥ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഓ ഹല്ലേലൂയ. വിശ്വാസത്തോടാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രികാലം നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സഭയുടെ മെമ്പറും നമ്മളെ സ്നേഹിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ ജയശങ്കർ അവരുകളാണ്. കുടുംബമായി നമ്മുടെ മധ്യയെ കടന്നു വന്നു. ഹല്ലേലൂയ. തന്റെ ദാസനെ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള സമയം കർത്താവിന്റെ അഭിഷേകത്തിലൂടെ ദൈവവചനം നമ്മൾ കേൾക്കാൻ പോകുക. പ്രാർത്ഥനയോട് ദൈവസന്നിധാനത്തിലായിരിക്കണം. ദൈവം നമ്മോട് കൃത്യമായി ഇടപെടും. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കർത്താവിനോട് എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് ഇടപെടണമേ. ഹല്ലേലൂയ. നമ്മുടെ PMG സഭയുടെ പെരിങ്ങമല സഭയുടെ ശുശ്രൂഷകനാണ് ദൈവദാസൻ. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കും. ആദരപൂർവം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിവസം ദൈവജനത്തോടൊരുമിച്ച് എനിക്കും ഈ പ്രാർത്ഥന പങ്കുകൊള്ളുവാൻ എൻ്റെ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. അതിനെന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠ ദേവദാസൻ പ്രിയ M.A. വർഗീസ് പാസ്റ്റർ പ്രിയ ജയംബാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയും പ്രാരംഭമായി എൻ്റെ നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. കഴിഞ്ഞ 10-22 വർഷമായി എന്നെ കൊണ്ട് നടക്കുകയും എന്നെ വളർത്തുകയും സ്തോത്രം. ഇത് തോന്നുന്നു 2019 എംബാസാദ്യമായ അമ്മാമയായിട്ട് എൻ്റെ വീട്ടിൽ സുവിശേഷം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ കടന്നു വരുന്നത്. അതിനുശേഷം 2001 ഞാൻ ആലയത്തിൽ കടന്നു വരികയും രക്ഷയുടെ അനുഭവത്തിൽ ഒക്കെ വരികയും ചെയ്യുന്നത്. അതുമുതൽ ഇന്ന് വരെ സ്തോത്രം എന്നെ കൊണ്ട് നടക്കുകയും എന്നെ പഠിപ്പിക്കുകയും എന്നെ ഉപദേശിക്കുകയും എന്നെ ശാസിക്കുകയും എൻ്റെ കുറവുകളെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരികയും കർത്താവിൻ്റെ വചനത്തിൽ നല്ല ശക്തിപ്പെട്ട് വരുവാൻ തക്കവണ്ണം അനേക തലങ്ങളിൽ എൻ്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ എന്നെ കൈത്താങ്ങുകയും എന്നെ സഹായിക്കുകയും ആത്മീയമായും ഭൗതികമായൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തദാസന്റെ നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ പ്രിയ തോമസ് കുട്ടി പാസ്റ്റർ, അതുപോലെ പ്രിയ രാജീവ് പാസ്റ്റർ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ആലോചനയിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിനാധാരമായി 62-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം 1-ാം ഭാഗം ഒന്ന് വായിക്കാം. 62-ാം സങ്കീർത്തനം 4-ാം വാക്യം. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. സ്തോത്രം. മതി, ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.
മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നാഥ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. തിരുസന്നിൽ കർത്താവെ, അടിയങ്ങൾ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, ആത്മസ്തമനത്തോടെ കർത്താവെ കടന്നു വന്നിരിക്കുന്നത് അടിയങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലിനും ആശ്വാസത്തിനും കർത്താവെ വീണ്ടെടുപ്പിനും അത് കാരണമാക്കി എൻ്റെ ദൈവം തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കർത്താവെ അടിയങ്ങൾ തിരുസന്നിലായിരിക്കുന്നുവല്ലോ, അതിൻ്റെ ജീവിതത്തിന് വിടുതലോടെ എഴുന്നേൽപ്പാൻ, കർത്താവ് വിടുതലോടെ അനുഗ്രഹത്തോടെ മടങ്ങുവാൻ, ആശ്വാസത്തോടെ മടങ്ങുവാൻ, പുതിയ ശക്തിയോടെ മടങ്ങുവാൻ, പുത്തനഭിഷേകത്തോടെ മടങ്ങുവാൻ സ്വർഗത്തിൽ ദൈവം ഓരോരുത്തരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കപ്പെടുന്ന ഓരോ വചനവും കർത്താവ് ഉള്ളെങ്കിലും അത് കർത്താവെ നൂറുമേന് ഫലം കൊയ്ക്കുന്നു ആയി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ തൊട്ടിയിൽ നിന്നും വെള്ളം ഒഴുകുന്നു, അവന്റെ വിത്തിന് വെള്ളം ധാരാളം എന്ന് തിരുവെഴുത്ത് വായിക്കുന്നത് പോലെ കേൾക്കപ്പെടുന്ന ഓരോ വചനവും അത് വിത്തുകൾ കർത്താവെ അത് നല്ല ഫലം കായ്ക്കുവാൻ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ, സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദ്യോടെ സകലവും നിയന്ത്രിക്കുമാറാകണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കും. തിരുനാമകത്വം എടുക്കണം യേശു ക്രിസ്തുനാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. 62-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം വായിക്കുന്ന, അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, നമുക്ക് ഓരോ മനുഷ്യനും ഓരോ പദവികളുണ്ട്. സ്തോത്രം. പദവി ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു പദവി ഇല്ലാത്ത? സ്തോത്രം. ഇല്ല, എല്ലാവർക്കും പദവികളുണ്ട്. അത് ഓരോ തലങ്ങളിലാണ്. സ്തോത്രം. ആ പദവി എന്ന് പറയുന്നത് 2 തലങ്ങളിലാണ് നമുക്ക് പദവിയുള്ളത്. ഒന്ന്, ആത്മീയമായ മണ്ഡലത്തിൽ നമുക്കൊരു പദവി ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ ഭൗതികമായ തലങ്ങളിൽ നമുക്ക് ഒരുപാട് പദവികളുണ്ട്. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങൾ അത് എവിടെ ആയിരുന്നാലും അതൊരു പദവിയാണ്. സ്തോത്രം. ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് നമുക്കൊരു പദവിയാണ്. കാരണം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. അതിന്റെ 9-ഉം 10-ഉം വായിക്കുന്നു. 1 പത്രോസ്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നിരിക്കുന്നു. 9-10 വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9-10 വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. സ്തോത്രം. അവിടെ 7 പ്രത്യേകതകളാണ്, ഒരു 7 അല്ലെങ്കിൽ 7 പദവികളാണ് സ്തോത്രം നമുക്ക് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. നമ്മുടെ ആത്മീയ തലത്തിൽ നമുക്കുള്ള പദവികളാണ്. ഈ ആത്മീയമായ പദവി തന്നെ 2 തലങ്ങളിലുണ്ട്. നമുക്ക് ഇപ്പോഴുള്ളത് കൊണ്ട് നമുക്കിനി നിത്യതയിൽ പ്രാപിക്കേണ്ടതായിട്ടുള്ള പദവികളുണ്ട്. സ്തോത്രം. അത് ഇപ്പോൾ ഉള്ള പദവി 1 പത്രോസ് 1-5-ാം അധ്യായത്തിൽ വായിക്കും, നമുക്കൊരു വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ 1 പത്രോസ് 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ക്ഷയം, മാലിന്യം, വാട്ടം ഇവ ഒന്നുമില്ലാത്തതുമായ ഒരു അവകാശം അത് നമുക്ക് നിത്യതയിൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കിരീടങ്ങളുണ്ട്. സ്തോത്രം. നിത്യമായ ഒരു ഭവനം. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിത്യദാനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം. സ്തോത്രം. നിത്യഭവനമായി. അപ്പൊ അനേക വാക്യങ്ങൾ നമുക്ക് പ്രാപിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അനേക അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനേക പദവികൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ ഭൗതിക മണ്ഡലത്തിൽ നമുക്ക് അനേക പദവികളുണ്ട്. നാം ഇപ്പൊ ആയിരിക്കുന്ന കുടുംബത്തിലായിരുന്നാലും സ്തോത്രം, പുറമേ ആയിരുന്നാലും സ്തോത്രം. അതായത് അത് തന്നെ 3 തലങ്ങളിലാണ്, 3 തലങ്ങളിലുണ്ട്. നമുക്ക് ജഡീകമായ പദവികളുണ്ട്, കുടുംബത്തിനകത്തുള്ള പദവിയുണ്ട്, സാമൂഹികമായ പദവികളുണ്ട്. ഓരോ തലങ്ങളിലാണ് ഓരോ പദവികൾ ഓരോ മനുഷ്യനുള്ളത്. നമ്മളെ മാതാവ്, പിതാവ്, മക്കൾ, സ്തോത്രം. അതെല്ലാം കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങൾ അത് നിലനിർത്തുന്ന ജനീകമായ പദവികളുണ്ട്. അപ്പോൾ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പുരുഷൻ, സ്ത്രീ എന്ന് പറയുന്ന ഒരു പദവിയാണ്. പുരുഷൻ എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത്, ഇത് രണ്ടും അല്ലാത്തതുണ്ട്. സ്തോത്രം. അതെല്ലാം നമുക്ക് ഓരോ തലങ്ങളിൽ ഓരോ പദവികളായിട്ടാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഈ പദവികളിൽ നിന്നൊക്കെ നമ്മെ തള്ളിയിടുവാൻ ദൈവം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ, എന്തൊക്കെ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടോ, ഈ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ഈ പദവികൾ, ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് തള്ളിയിടുവാനാണ് പിശാച് അവന്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ചുറ്റും നമുക്കെതിരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഏതെല്ലാം തലങ്ങൾ പ്രവർത്തിക്കുന്നു പലപ്പോഴും നാം അറിയുന്നില്ല. അതിനവൻ ആരെ കരങ്ങൾ എടുക്കുന്നു നാം അറിയുന്നില്ല.
സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്ന പല പദവികളും സ്തോത്രം മത്തായി സുവിശേഷം 10-36 വാക്യം വായിക്കുന്നു, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. വീട്ടുകാർ എന്ന് പറയുമ്പോൾ വീടിനകത്തുള്ളവരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ സഭക്കാരുണ്ട്. ഇതെല്ലാം നമ്മുടെ ശത്രുക്കളാക്കുന്ന തലങ്ങളിൽ സ്തോത്രം പിശാച് ആരെ വേണോ കരങ്ങളിലെടുക്കും. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കിക്കൊണ്ട്, പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട്, കുടുംബത്തിൽ നിന്ന് കുടുംബം തകർക്കുവാൻ ഭാര്യ കരങ്ങൾ എടുത്തുകൊണ്ട് സ്തോത്രം പിശാച് ചെയ്യുന്ന പ്രവൃത്തിയോടെയാണ് സ്തോത്രം ഹല്ലേലൂയ പിശാചിന്റെ പ്രവർത്തനം മനുഷ്യനെതിരെയുള്ള പ്രവൃത്തി ആരംഭിക്കുന്നത്. 3-ാമത്തെ ഒന്ന് വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത് കൽപ്പനാ ലംഘനത്താൽ പാപം കടന്നു എന്ന് നാം തിരുവഴുത്തിൽ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനയാണ്. സ്തോത്രം. 2-ാം വാക്യത്തിൽ അത് വീണ്ടും ദൈവം അരുളി ചെയ്ത കൽപ്പനയായിട്ട് തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. സ്തോത്രം. ഈ വിഷയം ആദാമിനും ഹവ്വയ്ക്കും അറിയാവുന്ന കാര്യമാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും, നിന്റെ മരണം. സ്തോത്രം. അപ്പൊ ഈ മരണത്തിലേക്ക് തള്ളിയിടുവാനാ പിശാച് ശ്രമിച്ചത്, നിത്യനാശത്തിലേക്ക് തള്ളിയിടുവാൻ. അതിന് പിശാച് പല വഴികളും നോക്കി ഒരുപാട് നാൾ ശ്രമിച്ചുകൊണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവിടെ അവസാനം കണ്ടെത്തുന്നത് സ്തോത്രം ഹവ്വയെ, സ്ത്രീയെയാണ് കണ്ടെത്തുന്നത്. സ്തോത്രം. പലവിധമായ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ആ ലംഘനത്തിൽ. സ്തോത്രം. ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. 3:6 ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. സ്ത്രീ പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. സ്തോത്രം. അപ്പൊ ഈ കാര്യങ്ങൾ തിന്നുവാൻ കൊള്ളാം കാര്യം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ കാര്യങ്ങൾ 1 യോഹന്നാൻ 2-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഈ കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഈ ഫലങ്ങളുടെ പ്രത്യേകതയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ വീണ്ടും പിശാച് ആവർത്തിച്ച് അവരെ തെറ്റിച്ചു കളയുന്ന ഒരു തലത്തിലേക്ക് അവിടെ എത്തുകയാണ്. സ്തോത്രം. പറഞ്ഞു ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ മോഹങ്ങളെ ജനിപ്പിക്കുകയാണ്. മോഹങ്ങളെ ജനിപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം അവർ വീഴ്ചയ്ക്ക് അവരുടെ കളമൊരുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഈ വീഴ്ചയ്ക്ക് ഉണ്ടായേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്തോത്രം ഇവിടെ അതിന്റെ 2-ാം അധ്യായം അവിടെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. 2 കാര്യങ്ങൾക്കാണ് ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയത്. ഒന്നെന്താണ്? വേല ചെയ്യുവാൻ. 2 കാത്തു സൂക്ഷിക്കുക, കാപ്പാൻ. എന്തിനെ കാപ്പാൻ? തോട്ടത്തെ കാപ്പാൻ. അല്ലെ ദൈവം എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം സൂക്ഷിക്കുവാൻ, അതുവണ്ണം സൂക്ഷിക്കുവാനാണ് ദൈവം മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചാക്കിയത്. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയാണ് സ്തോത്രം ഈ അവരുടെ ആത്മീയ വീഴ്ചയ്ക്ക് അത് കാരണമായി തീരുവാൻ തക്കണയായി. 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഒന്നാമത്തെ വീഴ്ച എന്ന് പറയുന്നത് പാമ്പ് അല്ലെങ്കിൽ പിശാച് തോട്ടത്തിലേക്ക് കടന്നു. നമ്മളൊരു കാവൽ എന്ന് പറയുന്നത് 2 തരത്തിലാണ് കാക്കുന്നത്. ഒരു കാവൽക്കാരനാക്കി വെക്കുക എന്ന് പറയുന്നതിനകത്ത് ആരും കയറരുത്, കള്ളം കയറരുത്. സ്തോത്രം. പാമ്പിന്റെ കയറ്റം ആരറിഞ്ഞില്ല? സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവൻ അല്ലെങ്കിൽ പിശാച് കടന്നുകൂടിയത് ഇവന്റെ തന്ത്രം അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ ഈ പിശാചിന്റെ കടന്നുകയറ്റം ആദാമിന് അറിയുവാൻ കഴിയാതെ പോയി, അല്ലെങ്കിൽ ഹവ്വയ്ക്ക് അറിയുവാൻ കഴിയാതെ പോയി.
അവിടെ സൂക്ഷ്മതയിൽ, അവിടെ ദൈവം അവരോട് കൽപ്പിച്ച കൽപ്പനയിൽ അവർക്ക് വീഴ്ച വന്നു. രണ്ടാമത്തെ കാര്യം, ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഇത് ഫലം പറിക്കരുത്. ആര് പറിച്ചു? ഭാര്യ പറിച്ച സമയത്ത് അതിനെ വിലക്കാനും തടയാനും ആർക്ക് പറ്റിയില്ല? ആദമിന് പറ്റിയില്ല. ഈ രണ്ട് കാര്യങ്ങൾ അവർക്ക് വീഴ്ച ഉണ്ടായി. ആദാമിനോട് തടയാൻ പറ്റിയില്ല. അതിനെന്താണ് കാരണം നമുക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം കൽപ്പിച്ച കാര്യം ചെയ്യുവാൻ ആർക്ക് പറ്റിയില്ല? ആദാമിന് പറ്റിയില്ല. സ്തോത്രം. അപ്പൊ നമ്മുടെ കുടുംബത്തിനകത്ത് നാം സൂക്ഷിക്കേണ്ട, നാം പരിപാലിക്കേണ്ട, നാം സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്തോത്രം. അകത്തുള്ളതിനെ സൂക്ഷിക്കുകയും വേണം, പുറത്തുനിന്നുള്ള ആക്രമണം ഉണ്ടാകാതെ വണ്ണം സൂക്ഷിക്കുകയും വേണം. ഈ സൂക്ഷ്മതയിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകളാണ് നമ്മളെ പല കുടുംബത്തിലും തകർച്ചയ്ക്കും ദോഷങ്ങൾക്കും അത് കാരണമായി തീരുന്നത്. ഇത് പിശാച് ആരെ വേണം കരങ്ങളെടുക്കുകയായിത്തീരും. സ്തോത്രം. ഇവിടെ വായിക്കുന്ന ഒരു കാര്യം, രസകരമായ ഒരു വിഷയം എന്ന് പറയുന്നത്, സ്തോത്രം, സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. ഭർത്താവ് ഫലം ചോദിച്ചോ? ഇതെവിടെ നിന്നും ചോദിച്ചില്ല. കാരണം ഇതുവരെ താൻ കഴിക്കാത്തൊരു ഫലമാണ്. അല്ലെങ്കിൽ താൻ കണ്ടിട്ടുണ്ട്, ഇത് കഴിക്കരുത് ദൈവം പറഞ്ഞിട്ടുണ്ട്. അവിടെയും താൻ എന്ത് ചെയ്തില്ല? സ്തോത്രം. തന്റെ വീഴ്ചയുടെ അടുത്ത ഘട്ടമാണ്. സ്തോത്രം. ഇതെവിടെ നിന്നൊന്നും ചോദിച്ചില്ല. സ്തോത്രം. ഒരു കാര്യം, നമുക്കുള്ള കാര്യം ഒരു കുടുംബത്തിൽ നടക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണം എന്ത് ചെയ്യണം? നാം ചെയ്യണം. അതെവിടെ നിന്ന് എന്താണെന്നുള്ളതിന്റെ ചിലൊരു നാടൻ ചൊല്ലുണ്ട്, അപ്പം തിന്നാ മതി കുഴി എണ്ണണ്ടാന്ന് ചോദിക്കുന്ന രീതിയുണ്ട്. സ്തോത്രം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ നാം നമ്മുടെ കുടുംബത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്ന ഉത്തരവാദിത്തം ഒഴിഞ്ഞു നിന്നാൽ പല വീഴ്ചകളും നമ്മുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാനിടയായിത്തീരും. അത് ഏത് തലത്തിലായിരുന്നു. നമ്മുടെ ഉത്തരവാദിത്വം, കുടുംബനാഥന്റെ ഉത്തരവാദിത്വം, ദൈവം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ വീഴ്ച നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക്, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് അത് കാരണമായി തീരുവാന്തക്കൊണ്ടയായിത്തീരും. ഇവിടെ എന്താണ് കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമുണ്ട്, സ്ത്രീ കൊടുത്ത് പുരുഷൻ എന്ത് ചെയ്തു? വാങ്ങിച്ച് കഴിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ ആധുനിക കാലത്ത് പറയപ്പെടുന്ന ഒരു വാക്കാണ് ഡോൺ. എന്താണ് ഡോൺ? ഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോൺ. സാധാരണ ഡോൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദേശം ഭരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ശക്തിയുള്ള നെഗറ്റീവ് ശക്തി തന്നെയാണ്. സ്തോത്രം. എന്തും മേലും അധികാരം കാണിക്കാൻ കഴിയുന്ന സ്തോത്രം, തനിക്ക് നിയമപ്രകാരം അല്ല എങ്കിൽ പോലും അതിന്റെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു പവർ. അതിനുമേലൊന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. പ്രത്യേക പവർ ഡോൺ എന്നൊക്കെ പറഞ്ഞാൽ വന്ന എല്ലാവർക്കും ഭയമാണ്, പേടിയാണ്. പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, മറുത്തൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു തലത്തിലേക്കാണ് പോകുന്നു. ഇന്ന് കാലത്തതുണ്ട്. സ്തോത്രം. വേദപുസ്തകം ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ ഒരു ഡോൺ എന്ന് പറയുന്നത് ഹൗവയാണെന്ന് തോന്നുന്നു. കാരണം കൊടുത്തതേ ഉള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തു? ഹൗവ കഴിക്കാൻ പറഞ്ഞതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. കൊടുത്തു, എന്ത് ചെയ്തു? വാങ്ങിച്ചു കഴിച്ചു. ഒരു അടിമയെ പോലെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു നിലവാരം അവിടെ കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അത്ര പവറാ. ചിന്തിച്ച് ചോദിക്കാൻ എന്തെന്നുള്ള ഒരു റൈറ്റ് ആർക്കില്ലാതെ പോയി? ഈ ആദാമിനില്ലാതെ പോയി. എന്ന് പറഞ്ഞാൽ ആദാമിനെക്കാളും പവർ ആർക്കായി? തിരിച്ച് എന്തെന്ന് മറുപടി ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള കെൽപ്പ് ആർക്കില്ല? ആദാമിനില്ല. അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടെ ചോദിച്ചില്ല, കൊടുത്തു, കഴിക്കാൻ പറഞ്ഞതായിട്ട് അവിടെ കാണുന്നില്ല. താൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സാധനം ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ സാധനം, അതായത് ദൈവത്തിന്റെ കൽപ്പന കഴിക്കരുതെന്ന് അത് അദ്ദേഹത്തിന് അറിയാം. ഈ സാധനം കഴിച്ചുകൂടാന്നറിയാം. പക്ഷെ ഡോൺ പറഞ്ഞതുകൊണ്ട് കഴിച്ചുപോയി. ചില നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ചിലപ്പോൾ ചില തെറ്റുകൾ, പാപങ്ങൾ നാം ചെയ്യുന്ന സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നാം ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തെന്നിരിക്കുക. കാരണം പറ്റിപ്പോയി, ചെയ്തു പോയി. ആ സാഹചര്യം അങ്ങനെയായിരുന്നു. നമ്മൾ പലപ്പോഴും സാഹചര്യത്തെ പഴിക്കാറുണ്ട്. സാഹചര്യം അങ്ങനെയായിരുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ഞാൻ വഴിപെട്ടു പോയി. സ്തോത്രം. നമ്മൾ സാഹചര്യങ്ങളെ പഴിക്കാറുണ്ട്. ദൈവത്തിന്റെ കൽപ്പനയെക്കാളും നാം ഭയപ്പെടുന്നത് സാഹചര്യങ്ങളെയാണ്, അല്ലെങ്കിൽ അവസ്ഥകളെയാണ്, അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെയാണ്. നാം ആരെ ഭയപ്പെടുന്നു? ദൈവത്തെയാണോ? അതിനേക്കാൾ മറ്റെന്തിനെ നാം ഭയപ്പെടുന്നു? ഇവിടുത്തെ വീഴ്ചകൾക്ക് കാരണം
നാം ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടാതിരിക്കുന്നതാണ് നമ്മുടെ വീഴ്ചകൾക്ക് കാരണം. നാം ആരെ ഭയപ്പെടണം, നാം എന്തിനെ ഭയപ്പെടണം, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങൾക്ക്, നാശത്തിന് അത് കാരണമായി തീരും. സ്തോത്രം. അപ്പോൾ പിശാചിനറിയാം, ഇദ്ദേഹം വിചാരിച്ചാൽ ഇദ്ദേഹത്തിന്റെ നാശം സമ്പൂർണ്ണമാണ്, ഇദ്ദേഹത്തിൽ കൂടി എന്റെ ഉദ്ദേശം സാധിക്കുമെന്ന്. സ്തോത്രം. അവിടെ പിശാചിന് ഏകദേശം കാര്യങ്ങളൊക്കെ, കുടുംബ കാര്യങ്ങളൊക്കെ, പശ്ചാത്തലമൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തെ കയ്യിലെടുക്കുകയും ദേഹം മുഖാന്തരം അദ്ദേഹം അവിടെ കുടുംബമേ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക്, അവർ ആത്മീയമായ വല്ലാത്തൊരു താഴ്ചയിലേക്ക് സ്തോത്രം അവിടെ സംഭവിക്കുവാൻ തക്കണയായിട്ട്. നാം പലതും പല കാരണങ്ങളും പല വിഷയങ്ങളും കണ്ടെത്തിയാലും പറഞ്ഞാലും അവിടെ വീഴ്ചയ്ക്ക് കാരണം സ്തോത്രം ദൈവത്തെ ഭയപ്പെട്ടില്ല, ദൈവത്തിന്റെ കൽപ്പനയെ കാത്തില്ല, ദൈവത്തിന്റെ കൽപ്പനയെ സൂക്ഷിച്ചില്ല. തന്റെ ഉത്തരവാദിത്തങ്ങൾ പലതിൽ നിന്നും ആദാമിനുണ്ടായ വീഴ്ചകളാണ്. സ്തോത്രം. ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ, നമ്മൾ ഇന്നും ദൈവ കൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ വീണു പോകുന്നില്ല, ഒരു നിമിഷം കൊണ്ട് വീണു പോകുന്നില്ല. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ഒരിക്കൽ ഒറ്റ പ്രാവശ്യം വചനം കേട്ടത് കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് ആരും വിശ്വാസത്തിൽ വരാത്തത് പോലെ, ഒറ്റ പ്രാവശ്യം വചനം കേട്ടത് കൊണ്ട് ആരും എന്ത് ചെയ്യുന്നില്ല, സ്തോത്രം, വീണു പോകുന്നില്ല. അതിന്റെ വീഴ്ചയ്ക്ക് പല ഘടകങ്ങളുണ്ട്. പടിപടിയായിട്ടാണ് വീഴ്ച, അറിയുന്നില്ല, വീണുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പല തലങ്ങളിലാണ് ആ വീഴ്ചയ്ക്ക് പല കാരണങ്ങൾ മനസ്സിലാക്കുന്നത്. താൻ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചില്ല, കാത്തു പരിപാലിക്കേണ്ടത് പരിപാലിച്ചില്ല, അതിനകത്തുള്ളതിനെ സൂക്ഷിച്ചില്ല. 3 കാര്യങ്ങൾ നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഭാര്യ കൊടുത്ത് എന്തെന്ന് ചോദിച്ചില്ല, വാങ്ങിച്ച് കഴിക്കുകയാണ്. തനിക്കറിയാം, പക്ഷെ വീണുപോയി. സ്തോത്രം. ലംഘനത്താൽ നാമും നമ്മുടെ വീഴ്ചയ്ക്കും കാരണം നമ്മൾ അറിയത്തില്ല. ഇത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, സാരമില്ല എന്ന് പല കാര്യങ്ങളെ നിസാരവൽക്കരിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യേണ്ട കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങളിൽ മാറി നിന്നുകൊണ്ട് നമ്മുടെ സ്തോത്രം നാം ചെയ്യേണ്ട തീരുമാനങ്ങൾ സ്തോത്രം പ്രാധാന്യം കൊടുക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് നാം പ്രാധാന്യം കൊടുക്കാതെ പലപ്പോഴും നാം ഒഴിഞ്ഞു മാറുമ്പോൾ, അല്ലെങ്കിൽ അതിന് നാം ചെവി കൊടുക്കാതിരിക്കുമ്പോൾ, അതിന് കൊടുക്കേണ്ട പ്രാധാന്യം നാം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ വീഴ്ചയ്ക്ക് ഇത് കാരണമായി തീരും. ഇതാണ് പിശാചിന്റെ ആവശ്യം. ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് ഉഴപ്പി പല വിഷയങ്ങളിൽ തള്ളിക്കളഞ്ഞു, പല വിഷയങ്ങളിൽ വീഴ്ചയ്ക്ക് അത് കാരണമായി തീരും. സഹോദരം, ആ വീഴ്ചകൾ പല തലങ്ങളിൽ സംഭവിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് അവന്റെ ശത്രു ആരാണ്? വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളായി തീരും. പല തലങ്ങളിലെ ശത്രുക്കളായി തീരും. സ്തോത്രം. ഇത് വീട്ടുകാർ ഇനി താൻ തന്നെ തനിക്ക് ശത്രുവായി തീരുന്നതിന് കാരണമാണ്. അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ഇവിടെ 2-3 പ്രത്യേകതകളുണ്ട്. സ്തോത്രം. ഈ കാര്യം കഴിഞ്ഞിട്ടാണ് സ്തോത്രം 8-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ കായീൻ തന്റെ അനുജനായ ഹാബീലിനോട്, നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കായീൻ തന്റെ അനുജനായ ഹാബീലിനോട് കയർത്തു, അവനെ കൊന്നു. സ്തോത്രം. ഇവിടെ ദൈവം ആരോടാ സംസാരിച്ചത്? എന്താ? കയീനോട്. ദൈവം ആരല്ല പ്രസാദിക്കാത്തത്? പ്രസാദിക്കാത്തത് ആരോടാ? കയീനോടാണ്. പക്ഷെ ദൈവം സംസാരിച്ച ആരോടാ? സ്തോത്രം. എന്നാൽ യവൻ നിന്നെ കൊല്ലുമെന്ന് ദൈവം ഹാബീലിനോട് പറഞ്ഞു. എന്തുകൊണ്ടാ? ദൈവം പ്രസാദിച്ചാരില്ല, ഹാബീലില്ല. ഹാബീലിനോട് ദൈവം എന്ത് ചെയ്തില്ല? ഒന്നും സംസാരിച്ചില്ല. എന്തുകൊണ്ടാ? ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാരണങ്ങൾ. സ്തോത്രം. രക്തസാക്ഷികളോട് ദൈവം ഒന്നും പറയാറില്ല. ഇവിടെ നിന്ന് മാറിപ്പോണം ചെയ്യണം ഒന്നും പറയാറില്ല. ഉണ്ടോ? ഇന്നും രക്തസാക്ഷികളുണ്ട്. അവർക്ക് വലിയ ആലോചനകളൊന്നുമില്ല. അവരെന്ത് ചെയ്യുന്നു? മരിക്കുന്നു. എന്നാൽ അല്ലാതെ ജീവിക്കുന്ന നമ്മൾ ഓരോടെ ദൈവം ഓരോ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ഗുണപ്പെടാൻ, നന്നാവാൻ. അന്നും അതാണ്, ഇന്നും അതാണ്. ഒന്ന് നന്നാവുക.
കയ്യിനോട് സംസാരിച്ചത്, നിന്റെ മുഖം വാടുന്നത്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ, ഇല്ലെങ്കിലോ ഇവിടെ കിടക്കുന്നു, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മാനസാന്തപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു ഇത്രയും നാളായി. നമ്മൾ ഇതുവരെക്കെങ്കിലും എന്റെ സ്വഭാവം മാറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാതിരുന്നിട്ടുണ്ടോ? എന്റെ സ്വഭാവം മാറ്റിക്കരുത് എന്ന് പറയാതിരുന്നിട്ടുണ്ടോ? സ്വത്രം. സ്വഭാവം മാറ്റിയാൽ മറ്റവൻ അകത്ത് കയറും. ഏത് സ്വഭാവം? ഈ മാറുമ്പോഴുണ്ട സ്വഭാവം ഉണ്ടല്ലോ, ഈ സ്വഭാവം മാറ്റിയാൽ വാതിക്കൽ കിടക്കുന്നവൻ കയറും. അതാണ് നമ്മുടെ ഒറിജിനൽ സ്വഭാവം. സ്വത്രം. നിന്റെ മുഖം വാടുന്നതുണ്ട്, പാപം വാതിക്കൽ കിടക്കുന്നു, അതിന് ആരോട് ആഗ്രഹം? ഒരവസരം കിട്ടാൻ വേണ്ടി ഇരിക്കുന്നത്, ഒരവസരം കിട്ടാൻ ചാടിക്കയറാൻ. സ്വത്രം. എബ്രീമിനെ കുറിച്ച് പറയുന്നു, അവൻ മറിച്ചിടാത്ത ദോശ. അപ്പൊ ഒരു സൈഡ് എന്ത് ചെയ്തിരിക്കുന്നു? മനസാന്തരപ്പെട്ട്. ഇനി ഒരു സൈഡ് എന്ത് ചെയ്യാനുണ്ട്? മനസാന്തരപ്പെടാനുണ്ട്. അതുകൊണ്ട് പറയുന്നു, നിന്റെ മുഖം വാടുന്നതുണ്ട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ. സ്തോത്രം. ദൈവം സംസാരിച്ചത് ആരോടാ? കയ്യിനോടാ. ദൈവം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മോടാ. എന്തിനാ? നാം മനസാന്തരപ്പെടുവാൻ, നാം രൂപാന്തരപ്പെടുവാൻ, നാം വീണു പോകാതിരിപ്പാൻ ദൈവം നമുക്ക് വചനം തരുന്നു, ഉപദേശം തരുന്നു. എന്താ വീണു പോകാതിരിപ്പാൻ? ഹാബേലിന് എന്താ ഉപദേശം കൊടുക്കാത്തത്? ദൈവത്തിന് അറിയാം ഹാബേൽ അങ്ങ് പോകുന്നു. അങ്ങ് ചെല്ലാൻ വേണ്ടിയാ ഈ ഉപദേശം അത്രയും തരുന്നു. അങ്ങ് പോകുന്നതിന് ഉപദേശം കൊടുത്തില്ല, മുന്നറിയിപ്പും കൊടുത്തില്ല. കാരണം അവൻ അങ്ങ് ചെല്ലുമെന്ന് ദൈവത്തിന് അറിയാം. സ്തോത്രം. എന്നാൽ ദൈവം കയ്യിന് ഉപദേശം കൊടുക്കുന്നു. സംസാരിക്കുകയാണ്, ഒരുപാട് സംസാരിച്ചു. ആലോചന നീട്ടി ആലോചന നമുക്ക് തരാറില്ലേ? പല ഉപവാസങ്ങൾ ദൈവം മുന്നറിയിപ്പ് തരാറില്ലേ? വചനത്തിൽ കൂടി നമ്മൾ സംസാരിക്കാറില്ലേ? സ്തോത്രം. എന്തിനാ? നാം രൂപാന്തരപ്പെടുവാൻ, നാം മനസാന്തരപ്പെടും, ദൈവത്തിന് അധികം ഫലം കായ്ക്കുവാൻ, ദൈവത്തിന് നല്ല ഫലം കായ്ക്കുവാൻ, നാം വീണു പോകാതിരിപ്പാൻ, നമ്മെ വീഴ്ത്തുവാൻ, നമ്മെ തള്ളിക്കളയുവാൻ, നമ്മെ തള്ളിയിടുവാൻ നമ്മിൽ തന്നെ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തികളുണ്ട്. സ്വതന്ത്ര അവസരം കിട്ടി നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിച്ച് നമ്മെ വീഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുന്ന ഇരുളിന്റെ ശക്തികൾ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ പദവിയിൽ നിന്ന് തള്ളിയിടുവാൻ, നമ്മുടെ ഓരോ പദവിയിൽ നമ്മെ തള്ളിയിടുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അനേക പദവികളുണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, അനേക പദവികൾ, ഓരോ പദവികൾ. ശൗലിന് ദൈവം ഒരു പദവി കൊടുത്തു, ശൗൽ രാജാവായി തീരുവാൻ തക്കവണ്ണം. സ്തോത്രം. ശൗലിന് ദൈവം കൊടുത്ത പദവിയിൽ നിന്ന് ശൗലിനെ തള്ളിയിടുവാൻ തക്കവണ്ണം രണ്ട് കാരണങ്ങളാണ് അവിടെ ഉണ്ടായത്. സ്തോത്രം. അതവന്റെ ഭൗതികമായ കാര്യങ്ങളാണ്. സ്തോത്രം. അതെ, 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 8 മുതലൊന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 8 മുതലുള്ള വായിക്കുന്നു. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു, എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റു ചെന്നു. നീ ചെയ്തത് എന്തെന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്നു എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകും. പിശാച് ആരെ കയ്യിലെടുത്തു? ജനത്തെ കയ്യിലെടുത്തു. ജനത്തെ ആര് പേടിച്ചു? ശൗല് പേടിച്ചു. സ്തോത്രം. ദൈവത്തെക്കാൾ ആരെ പേടിച്ചു? ജനത്തെ പേടിപ്പാൻ തക്കണ്ടിയായിത്തീർന്നു. അവിടെ തുടങ്ങി ശൗലിന്റെ വീഴ്ച. സദൃശവാക്യങ്ങളിൽ പറയുന്ന മാനുഷ്യ ഭയം ഒരു കെണിയാണ്. പലപ്പോഴും കെണിയിൽപ്പെട്ട് നാം വീഴ്ന്നു പോകുന്നു. നമ്മുടെ കുടുംബക്കാർ തന്നെ, മനുഷ്യന്റെ വീട്ടുകാർ അവന്റെ ശത്രുക്കളാകും. ശൗലിന്റെ ജനം, അവന്റെ ഗോത്രം, സ്വത്രം, അവന്റെ കുടുംബം, അവർ തന്നെ അവനെന്തായിത്തീർന്നു? അവന് കെണിയായിത്തീർന്നു. പിശാച് ആരെ വേണോ കരങ്ങളെടുക്കാൻ നമ്മെ വീഴ്ത്താൻ, നമ്മെ തകർത്ത് കളയുക. സ്വത്രം. യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ്. രണ്ടാമതൊരു വിഷയമുണ്ട്. സ്വത്രം. ഞാൻ വിടുകയാണ്, സമയം കുറവാണ്, പെട്ടെന്ന് പോയ യോബിന്റെ ജീവിതത്തിൽ സ്വത്രം തന്റെ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു.
സ്തോത്രം. തന്റെ ഭാര്യ തന്നെ അനഭിമതനായി തീരുവാൻ തക്കവണ്ണം യോബിന്റെ ജീവിതം തകരപ്പെടുവാൻ തക്കവണ്ണമായിരുന്നു. പിശാച് ഇവരെല്ലാം കരങ്ങളെടുക്കുകയാണ്. എന്തിനാ? യോബിനെ തകർക്കണം. സ്തോത്രം. യോബിന് ദൈവം കൊടുത്ത പദവി എന്താണ്? അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും. ദൈവിക പദവിയെ ദൈവം കൊടുത്ത സ്തോത്രം. 3 പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ഈ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ പിശാച് ആരൊക്കെ എടുത്തു? അവന്റെ വീട്ടുകാരെടുക്കുവാൻ തക്കവണ്ണമായിരുന്നു. മക്കളെ നശിപ്പിച്ചു, സ്വത്ത് നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചിട്ടും യോബ് വീഴാത്തത് കൊണ്ട് തന്നെ ഭാര്യയെ കൊണ്ട് തന്നെ ത്യജിച്ച് പറയിപ്പിക്കുവാൻ, നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് പോയി മരിച്ചു കളയാനല്ല പറഞ്ഞു. ആദ്യം പറയുന്നത് എന്താണ്? ഇതാണ് പിശാച് കയ്യിലെടുത്തത്. പിശാചിന്റെ വാക്കാണത്. നീ നിന്റെ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് പോയി ചത്ത കളയുക. സ്തോത്രം. എന്ത് മനോഹരമായിട്ട് പിശാച് കണി ഒരുക്കുന്നു. എല്ലാ ഐഡിയയും പറഞ്ഞു കൊടുക്കും. നീ പോയി എന്ത് ചെയ്യാ? ചത്ത് കളയുക. ആനന്ദം എന്ത് ചെയ്യണം? നിന്റെ ദൈവത്തെ നീ തള്ളിപ്പറയുക. സ്തോത്രം. അതും കഴിഞ്ഞ് തന്റെ വേലക്കാരും പുച്ഛം എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ തനിക്ക് ആരുമില്ല എന്നൊരവസ്ഥയിലേക്ക് താൻ ഒറ്റപ്പെട്ടു പോകുന്ന, മാനസികമായിട്ട് തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. 2 തന്റെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് വന്ന തന്റെ സുഹൃത്തുക്കൾ, സ്നേഹിതന്മാരും തന്നെ കുറ്റപ്പെടുത്തുകയാണ്. എല്ലാവരും കുറ്റപ്പെടുത്തി ഒറ്റപ്പെട്ട് തകർന്ന് തരിപ്പണമായി എല്ലാം തകർന്ന അവസ്ഥയിൽ യോബ് പക്ഷെ ദൈവത്തെ തള്ളി പറഞ്ഞു. സ്തോത്രം. ദൈവം അവനെ നിലനിർത്തുവാൻ തക്കവണ്ണമായിത്തീരും. അതുകൊണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ ഇരട്ടി നന്മ കൊടുക്കുവാൻ തക്കവണ്ണമായിത്തീരും. സ്തോത്രം. ശലോമോന്റെ ജീവിതത്തിലും രെഹബെയാമിന്റെ ജീവിതത്തിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന നന്മകളൊക്കെ തകർന്നുപോയി. ദാവീദിന് കൊടുത്ത വാഗ്ദത്തം കൊണ്ട് മാത്രം ശലോമോൻ ജീവിച്ചു. ശലോമോൻ ദൈവവചനം പ്രമാണിക്കാത്തത് കൊണ്ട് ശലോമോന്റെ കാലശേഷം ശലോമോൻ ഉണ്ടായിരുന്ന രാജ്യം 2 വിഭാഗിച്ചു. അത് പേരിന് വേണ്ടി, ദാവീദിന് കൊടുത്ത വാഗ്ദത്ത നിമിത്തം ഒരു പേരിന് വേണ്ടി മാത്രം രെഹബെയാമിന് സ്തോത്രം 2 ഗോത്രം കൊടുത്തിട്ട് ബാക്കി സ്തോത്രം 10 ഗോത്രവും എടുത്ത് മറ്റവന് കൊടുക്കുവാൻ തക്കവണ്ണമായിത്തീരും. വീഴ്ത്തിക്കളയെ, നമ്മുടെ പദവിയിൽ നിന്ന് നമ്മെ വീഴ്ത്തിക്കളയുവാൻ, കവർന്നു കളയുവാൻ, ദോഷപ്പെടുത്തുവാൻ. സ്തോത്രം. ശലോമോന്റെ ജീവിതത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 6 വരെ ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 6 വരെ ഉള്ള വാക്യം. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മൂവാബ്യർ, അമ്മോന്യർ, എയ്ദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാർത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. അവൻ വാർദ്ധക്യമായപ്പോൾ ഇവരവനെ വശീകരിച്ച് അവരുടെ ബിംബങ്ങൾക്ക് സ്തോത്രം ധൂപം കാണിക്കുവാൻ വശീകരിക്കപ്പെട്ടു പോയി. ആദ്യമേ പറഞ്ഞു ഇവരുടെ എന്തൊരു കൂടിക്കലരരുത്. ദൈവത്തിന്റെ എന്തൊക്കെ കൽപ്പനകൾ ലംഘിക്കുമോ അതിനെല്ലാം പിന്നത്തെ ഇതിൽ ശാപങ്ങൾ വരികയാണ്. ചില ശാപങ്ങൾ നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും ബാധിക്കും. നാം അതറിയുന്നില്ല. നമ്മുടെ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ തലമുറക്ക് കിട്ടുന്നത് പോലെ സ്തോത്രം നമ്മുടെ ശാപങ്ങളും ദോഷങ്ങളും അതിന്റെ ഫലങ്ങളും നമ്മുടെ തലമുറയിലേക്ക് വരെ വ്യാപിക്കുവാൻ തക്കവണ്ണമായിത്തീർന്നു. 4ാമത്തെ തലമുറ വരെ ദൈവം സന്ദർശിക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പൊ നാം എന്ത് ഭയത്തോടെ വിറയലോടെ ദൈവത്തിന്റെ വചനം കാത്ത് നാം ജീവിച്ചില്ല എങ്കിൽ നമ്മെ പിശാച് തള്ളിയിടുമ്പോൾ അതിന്റെ ദോഷം നാം മാത്രമല്ല നമ്മുടെ തലമുറകളും അനുഭവിപ്പാൻ തക്കവണ്ണമായിത്തീരും. സ്തോത്രം. നമ്മുടെ പദവിയിൽ നിന്ന് തള്ളിയിടുവാൻ അത്രേ അവൻ ശ്രമിക്കും. നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ നന്മകൾ, സ്തോത്രം, നമുക്ക് ഭൗതികമായ നന്മകൾ, ആത്മീകമായ ജഡീകമായ നന്മകൾ, നമ്മുടെ കുടുംബത്തിലെ നന്മകൾ എല്ലാം നമ്മുടെ തലമുറകൾ. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. സ്തോത്രം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾക്ക് ശേഷം സ്തോത്രം ഇസഹാക്കിന് ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹമുണ്ട്. സ്തോത്രം. ഈ ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ 11-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 25-11. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബേർലഹയിലെ അബ്രഹാം മരിച്ച ശേഷം ദൈവം എന്ത് ചെയ്തു? ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. പക്ഷെ അനുഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, നന്മ പ്രാപിപ്പാൻ തക്കവണ്ണമായിത്തീരും. കാരണം പിശാച് തടയുന്ന. അതിന്റെ 21-ാമത്തെ വായിക്കാം. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു. തള്ളിക്കളയല്ല.
ചില തടസ്സങ്ങൾ, ചില നന്മകൾക്കെതിരെ ചില പൈശാചികമായ തന്ത്രങ്ങൾ കൊണ്ടുവന്ന് ചില വാഗ്ദത്തങ്ങൾ തടയപ്പെടും. സ്തോത്രം. അതുകൊണ്ട് മാതാവ് പിതാവ് എന്ന ഒരു പദവി നഷ്ടപ്പെടുകയാണ്. അതൊരു പദവിയാണ്, മാതാവ് എന്ന പദവി. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് ബഹുജാതികൾക്ക് പിതാവ്, സ്തോത്രം എന്ന് പറയുന്നത് പോലെ ആ പദവി, മാതാവ് പിതാവ് എന്ന പദവി തടയപ്പെടുമെന്ന അനേക തന്ത്രങ്ങളുണ്ട്. സ്തോത്രം. എലിസബത്തിന് ദൂതൻ പറയുന്നു, സ്തോത്രം, മച്ചി എന്ന് പറഞ്ഞു വന്നവർക്ക് ഇത് 6-ാം മാസം. പക്ഷെ അവരെ കുറിച്ച് നല്ല സാക്ഷ്യമാണ് ദൈവത്തിന് പറയുവാനുള്ളത്. പക്ഷെ അവരുടെ നന്മകളെ തടയുന്നു. അതായത് ലഭിക്കേണ്ട സന്തതി വാഗ്ദത്ത സന്തതിയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു തടസ്സം. എന്നാൽ തക്ക സമയത്ത് ദൈവം തന്റെ പ്രവൃത്തി തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവിടെ വെളിപ്പെടുത്തുവാൻ തക്കനുണ്ടായിത്തീർന്നു. അതുപോലെ സ്വന്തം യാക്കോബിന്റെ ജനനവും അതുവണ്ണം സ്വന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുവാൻ തക്കനുണ്ടായിത്തീർന്നു. നമ്മുടെ തലമുറകൾ നമ്മുടെ നന്മകളെ ശൂന്യമാക്കി കളയുന്നു. പലതും നാം എന്ത് ചെയ്യത്തില്ല, വേണ്ടവണ്ണം പ്രാർത്ഥിക്കത്തില്ല. ചില നന്മകൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ചില തടസ്സങ്ങൾ മാറിപ്പോകത്തുള്ളൂ. സ്തോത്രം. ഇവിടെ ഇസഹാക്ക് പ്രാർത്ഥിക്കുകയാണ്, തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ നന്മയ്ക്ക് വേണ്ടി, തന്റെ വാഗ്ദത്തം ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ അനുഗ്രഹം തന്റെ കയ്യിലെത്തിയില്ല. പക്ഷെ ലഭിക്കുന്നത് വരെ നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പുതിയ നിയമത്തിൽ നമ്മൾ ഒരു അപ്പനെയും മകനെയും കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. തന്റെ സ്വത്തെല്ലാം, കർത്താവ് പറഞ്ഞ ഉപമയില, തന്റെ സ്വത്തെല്ലാം വാങ്ങിച്ചു രാജ്യം വിട്ടുപോയി, ദേശം വിട്ടുപോയി സുഖലോകനായി ജീവിച്ച ഒരു മകൻ, അവൻ മടങ്ങി വന്നു. അപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? അവനെ ചെന്ന് സ്വീകരിക്കുന്ന ഒരു അപ്പനെ കാണാം. കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഈ മകൻ പോയത് മുതൽ അപ്പൻ എന്ത് ചെയ്യാണ്? രാത്രി ഉറക്കമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മകന് വേണ്ടി, അവന്റെ ഒരു മടങ്ങി വരവിന് വേണ്ടി, അവൻ യഥാസ്ഥാപനത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഓടിച്ചെന്ന് സ്വീകരിച്ചത്. അല്ലെങ്കിൽ അവൻ പോയി നശിച്ചു പോയി പോട്ടെ എന്ന് പറഞ്ഞ് കളഞ്ഞ് അവൻ വീട്ടിൽ വന്ന് അടിച്ച് പുറത്താക്കുകയല്ല ചെയ്തത്. അതിന്റെ കാരണം ആ മകൻ പോയത് മുതൽ അപ്പൻ ഉറക്കമില്ല, അപ്പൻ പ്രാർത്ഥിക്കുക അവന്റെ യഥാസ്ഥാനത്തിന് വേണ്ടി. അവൻ പോയി നന്നാവാനല്ല, അവൻ മടങ്ങി വരുവാൻ, യഥാസ്ഥാനപ്പെടുക, അവൻ അനുഗ്രഹിക്കപ്പെടണം, അവൻ നഷ്ടപ്പെട്ടു പോകരുത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്തോത്രം. നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച, അവർ യഥാസ്ഥാനപ്പെടുന്നത് വരെ, അവർ നേരായ വഴി നടക്കുന്നത് വരെ അവർക്ക് വേണ്ടി നാം ദൈവത്തിൽ മുട്ടിപ്പായി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ സ്തോത്രം ദൈവസന്നിധിയിൽ എത്തണം, ധൂപമായി തീരണം, അനുഗ്രഹിക്കപ്പെടണം, അവർ വിടുവിക്കപ്പെടണം. സ്തോത്രം. അതുപോലെ മറ്റൊരു പിശാച് തടയാൻ തടസ്സമാണ് വിവാഹങ്ങൾ. തലമുറകൾ വിവാഹം നടക്കത്തില്ല. സ്തോത്രം. ഇസഹാക്കിന് വേണ്ടി അബ്രഹാം ഒരുപാട് കാര്യങ്ങൾ നോക്കി നടന്നില്ല. അവസാനം തന്റെ എലയാസനെ പറഞ്ഞു വിടുകയാണ്, തടസ്സങ്ങൾ നീങ്ങാൻ. അവിടെ ചെന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തക്ക തുണിയെ ഒരുക്കി കൊടുക്കുവാൻ തക്കുന്നുണ്ട്. ദൈവത്തിന്റെ വലിയ പ്രവർത്തനം വെളിപ്പെടുകയാണ്. സ്തോത്രം. ചിലതൊന്നും വീഴ്ചയ്ക്ക് തയ്യാറാകാതെ ദൈവഹിതത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട്, ദൈവ ഇഷ്ടത്തിന് വേണ്ടി, സ്തോത്രം, ദൈവഹിതത്തിന് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി, ദൈവഹിതപ്രകാരമുള്ള ഒരു ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ ഇഷ്ടപ്രകാരത്തിന് വേണ്ടി നാം പലപ്പോഴും കാത്തിരിക്കുമ്പോഴാണ് പലതും നടക്കാതെ പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ദൈവഹിതപ്രകാരമുള്ള സ്തോത്രം അല്ലെങ്കിൽ ഒരു കൂട്ടാളി തന്റെ മക്കൾക്ക് ലഭിക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും തക്ക സമയം ദൈവം അത് ഒരുക്കി കൊടുക്കുവാൻ തക്കണയായിത്തീർന്നു. പല തടസ്സങ്ങൾ, എത്ര തടസ്സങ്ങൾ, എന്തൊക്കെ വെല്ലുവിളികൾ വന്നാലും ദൈവം അത് ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും. സ്തോത്രം. നമ്മുടെ നന്മകളെ തടയുന്ന ശക്തികൾ. ഭാര്യയെ ലഭിക്കുന്നവന് നന്മ ലഭിക്കുന്നു. അപ്പോൾ പിശാച് എന്ത് ചെയ്യും? ഒരു നന്മ ലഭിക്കാതിരിക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം പൈശാചിക തന്ത്രങ്ങളാണ്. നമുക്ക് എന്തൊക്കെ നന്മകളുണ്ടോ, എന്തെല്ലാം വാഗ്ദത്തങ്ങളുണ്ടോ, അതെല്ലാം നമ്മെ വിട്ട് പിന്മാറിക്കൊണ്ട് സ്തോത്രം നാം പ്രാപിക്കാതെ വണ്ണം പല തലങ്ങളിൽ പല വിഷയങ്ങൾ കൊണ്ടിട്ട്, ഇതിനകത്ത് കുടുംബത്തിനകത്ത് തന്നെ സ്തോത്രം പല തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരും. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പല വിഷയങ്ങൾ കൊണ്ടിട്ട് തലമുറകൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നു. അതിന്റെ കാരണം എന്താ? നമ്മുടെ തലമുറകൾ പ്രാപിക്കേണ്ട നന്മകൾ തക്ക സമയത്ത് പ്രാപിക്കാതെ അനേക കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ തന്നെയാണ്. സ്തോത്രം. നാം ക്രമീകരിക്കപ്പെടേണ്ട മണ്ഡലത്തിലേക്ക് നാം ക്രമീകരിക്കപ്പെടുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ നമ്മുടെ തലമുറകൾ ലഭിക്കാൻ തക്കണയായി. സ്തോത്രം. നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. എന്താണ് നമ്മുടെ പ്രശ്നം, എന്താണ് തലമുറയുടെ വിഷയം? നാം മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ മിടുക്കരാണ്. തിരിച്ച് നമ്മുടെ കുറവുകളെ നാം കണ്ടെത്താൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ സ്തോത്രം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമ്മുടെ വിഷയങ്ങൾ സ്തോത്രം അവിടെ ഹല്ലേലൂയ സ്തോത്രം നന്മയിലേക്ക്
നാശത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും അധപ്പതനത്തിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർച്ചയിലേക്ക് നന്മയിലേക്ക് വരുവാൻ തക്കമുള്ളതായിത്തീരും. നാം തന്നെ നമ്മുടെ ജഡം, നമ്മുടെ ഈഗോ പലതിനും അത് അനുവദിക്കത്തില്ല. സ്വത്രം മനുഷ്യന്റെ വീട്ടുകാർ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സ്വഭാവങ്ങൾ, നമ്മുടെ ജഡത്തിനകത്ത് കിടക്കുന്ന സ്വഭാവങ്ങൾ പല നന്മകൾക്കും തടസ്സമായി നിൽക്കും. സ്വത്രം അവസാനമായ ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്ന എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കും. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റിച്ച് നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ 7-ാമത്തെ വാക്യം വായിക്കാം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അസ്ഥിയോട് വന്നു ചേർന്നു. പലതും ചിതറിക്കിടക്കുന്ന, അകന്നു കിടക്കുന്ന മണ്ഡലങ്ങൾ ഒന്നായി തീരണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടിയിരിക്കുന്നു. സ്വത്തൊരു ഐക്യതയില്ലായ്മ, സഭയ്ക്കകത്ത് ഐക്യതയില്ലായ്മ, അസ്ഥികൾ എന്ത് ചെയ്തു? മാറിക്കിടക്കും. വന്നു ചേരേണ്ടത് ഒന്നായാണ്. കുടുംബത്തിനകത്തായിരുന്നാലും സഭയ്ക്കകത്തായിരുന്നാലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും ചിതറിക്കിടക്കുന്നത് ഒന്നായി തീരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ചിതറിക്കിടക്കുന്നത് ഒന്നായി തീരുന്നത് പ്രവൃത്തി. സ്വത്രം പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. നമ്മെ ചിതറിച്ച് കളയുന്നു, നമ്മൾ ഐക്യതയെക്കെടുത്തുന്നു. സ്വത്രം നാം ഐക്യതയോടെ നിന്നാൽ എന്തെല്ലാം സംഭവിക്കും? നമ്മുടെ സഭയ്ക്ക് അനേക വാഗ്ദത്തങ്ങളുണ്ട്. ദൈവിക പ്രവൃത്തി, അനേക ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിന് പിശാച് നമ്മെ ഓരോരുത്തരും ഏത് വിധം പരസ്പര ഐക്യതയില്ല, ബന്ധമില്ല, പലതും ചിതറിക്കിടക്കുകയാണ്. പല തലങ്ങളിൽ, പല വിഷയങ്ങളിൽ, അഭിപ്രായ വ്യത്യാസങ്ങളിൽ, എന്തെല്ലാം പല തരത്തിലുള്ള അഭിപ്രായം. ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി. ഞാനാണ് ശരി എന്ന് പറയുന്നത് കുഴപ്പമില്ല, പക്ഷെ ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. സ്വത്രം ഈ ഐക്യതയില്ലായ്മ മാറിക്കഴിഞ്ഞാൽ ദൈവസഭയിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ തക്കവണ്ണമായിത്തീരും. ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് ഇവിടെ ഷിഫ്റ്റ് വെച്ചുള്ള ആരാധന. വിവിധ ഭാഷകൾ, പല കാര്യങ്ങൾ, ദൈവ നാളുകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ. സ്വത്രം അതിന്റെ ഹല്ലേലൂയ സ്വത്രം ആ നിവർത്തീകരണം നടക്കണമെങ്കിൽ സ്വത്രം പിശാചിന്റെ പ്രവൃത്തികൾ വിട്ടുമാറണം. അവന്റെ ആശ, സ്വത്രം അവന്റെ ആഗ്രഹം മാറണമെങ്കിൽ നാം ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഏൽപ്പിച്ചതുപോലെ, കാപ്പാൻ ഏൽപ്പിച്ചതുപോലെ ഇതിനെ കാക്കേണ്ട, നമ്മുടെ കുടുംബത്തെ കാക്കേണ്ട, നമ്മുടെ സഭയെ കാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. നാം സൂക്ഷിക്കണം അവിടെ എന്ത് സംഭവിക്കുന്നു. നാം ഓരോ കാര്യങ്ങളും നാം അറിഞ്ഞ് വളരെ ശ്രദ്ധാലുവായി, വളരെ ബദ്ധശ്രദ്ധയോടെ നാം ദൈവസന്നിധിയിൽ ആയിരുന്നില്ല എങ്കിൽ നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനങ്ങൾ, തലമുറകളിൽ പല മണ്ഡലങ്ങളും ദോഷം ഭവിക്കും, വീഴ്ച സംഭവിക്കും. നമ്മുടെ പദവിയിൽ നിന്ന് തള്ളിയിടുവാനത്രേ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ പദവികളാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ പദവികളാണ്. ഇതെല്ലാം തള്ളിയിടുവാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്രം ഇതിനെതിരെ നാം ഉണർന്ന് പോരാടിയില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മൾ ഇല്ല എങ്കിൽ, ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടില്ല എങ്കിൽ, സ്വത്തോടെ പറയുന്നു, അവിടെ പ്രവചിച്ച് പറയുക. പ്രവചിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അസ്ഥികൾ ഒന്നായിച്ച്. ആത്മാവിന്റെ പ്രവൃത്തി, ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ നാം കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ സ്വത്ത് നമുക്ക് നിലനിൽപ്പുള്ളൂ. ഇല്ലാത്തിടത്തോളം ആദമിൽ ഏതെങ്കിലും സംഭവിച്ചതുപോലെ വീഴ്ചകളും തകർച്ചകളും ദോഷങ്ങളും ഇന്നും ഇവിടെ നാടുകളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നാം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം എത്രത്തോളം ശുഷ്കാന്തിയോടെ, എത്രത്തോളം ഭംഗിയായി നാം നിവർത്തിക്കുന്നു. സ്വത്രം അതിനാരും ഉത്തരം പറയും. കാവൽക്കാര നാം ഓരോരുത്തരും കാവൽക്കാരൻ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞു ദൈവം നമ്മെ വിളിച്ച ആത്മീയ അനുഗ്രഹം, രാജകീയ പൗരോഹിത്യം. രണ്ട് തലങ്ങളിലാണ്. രാജാവെന്ന് പറയുന്നത് ശത്രുവിനോടും ജനത്തിനുമെതിരെ നടുക്കായി നിൽക്കുന്നു. പൗരോഹിത്യം ദൈവത്തിനും ജനത്തിനും മധ്യേ നിൽക്കുന്നു. ഈ രണ്ട് ഉത്തരവാദിത്തമാണ് ദൈവം നമ്മൾ നൽകിയിരിക്കുന്നത്. സ്വത്രം ശത്രുവിനും മനുഷ്യനും, നമ്മുടെ കൂട്ടു വിശ്വാസിക്കും കൂട്ടു സഹോദരങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമുക്ക് മധ്യേ നിൽക്കുമ്പോൾ പുരോഹിതൻ ദൈവത്തിനും നമുക്ക് മധ്യേ നിൽക്കുന്നു.
ഈ രണ്ട് ഉത്തരവാദിത്വം ചെയ്യുവാനാ ദൈവം നമ്മെ രാജകീയ പൗരോഹിത്യത്തിൽ നിന്ന് നമ്മെ നിലനിർത്തിയിരിക്കുന്നത്, നമ്മെ വിളിച്ച് വേർതിരിച്ചത്, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത്, അന്ധകാരത്തിൽ നിന്ന്. ആ ഉത്തരവാദിത്വം നാം നിർവഹിക്കുന്നുണ്ടോ? ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. അതവനെ സാധാരണ തോട്ടത്തിൽ എവിടെ കൊണ്ടാക്കി? തോട്ടത്തിൽ കൊണ്ടാക്കി. പിന്നെ അവിടെ എന്താക്കി? പുറത്താക്കി. സ്വന്തം നാം അകത്താണോ പുറത്താണോ? നാം അകത്താകണോ പുറത്താകണമോ? നമ്മുടെ പദവിയിൽ നമ്മെ വീഴിക്കുവാനത്രേ അവർ നിരൂപിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം, ദൈവസ്ഥനിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കേൾക്കപ്പെട്ട ദൈവശബ്ദത്തിന് മുമ്പാകെ സ്തോത്രം, ഇന്ന് ഈ രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പദവികൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ വാഗ്ദത്തങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ സഭകൾ ദൈവത്താൽ പണിയപ്പെടുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ, ദൈവിക നന്മകൾ പ്രാപിപ്പാൻ തക്കവണ്ണം തടസ്സമായി നിൽക്കുന്ന എല്ലാ ഇരുളിന്റെ പോരാട്ട ശക്തികളെ ശാസിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കുറവുകളെ കണ്ടറിഞ്ഞ് ഉണർന്നുകൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ വീഴ്ചകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പോരാടി ജയിക്കുവാൻ, യുദ്ധം ചെയ്ത് പോരാടുവാൻ, ഹല്ലേലൂയ, സഹജീവികൾക്ക് വേണ്ടി ഹല്ലേലൂയ കൂട്ടവിശ്വാസം ഇടിവി നിൽപ്പാൻ, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ, യുദ്ധം ചെയ്യുവാൻ, ഹല്ലേലൂയ, പോരാന്റെ ആയുധങ്ങളെ പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ശക്തിയോടെ നിൽപ്പാൻ തക്കവണ്ണം ഈ നാടുകൾ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഏവരെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ പുതിയ ശക്തിക്കായി, പുത്തന്റെ ഉണർവിനായി, ഒരു വിടുതൽ വേണ്ടി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹാലി രാത്രി ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ ദൈവശക്തിയുടെ രാത്രി കാലമായി തീരട്ടെ. നമ്മുടെ കുറവുകളെ കണ്ടറിഞ്ഞുണർന്നുകൊണ്ട് എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്, എവിടെയാണ് നമുക്ക് കുറവ് പറ്റിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്റെ സഭയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കുറവുകളെ, തെറ്റുകളെ, കുറ്റങ്ങളെ, ഹല്ലേലൂയ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഹല്ലേലൂയ സ്തോത്രം അതിനെ പരിഹരിക്കുവാൻ തക്കവണ്ണം ഈ രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമല്ലോ. ആത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ അത്യന്തപരമായ ശക്തിയാൽ ഐക്യതയെ കടത്തുന്ന എല്ലാ ഇരുളിന്റെ പോരാട്ടങ്ങളും ഈ രാത്രികാലം ശാസിക്കപ്പെട്ടുകൊണ്ട് ആത്മാവിന്റെ ഐക്യതയിൽ ശക്തിപ്പെട്ട് ബലപ്പെട്ട് ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ മുന്നേറുവാൻ, ദൈവിക നന്മകൾ പ്രാപിപ്പാൻ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. വൈഡവരസ്ഥല വൈഡവരമ്പല വൈഡവരീബല വൗഡവരമ്പല അമ്പല വൈഡവരീക ദിബലേ രബദേ രസ്തേ ജനദേ രിഗദേ വൈഡേ ഷൈഡേ ദാനേ റീകേ ജീനേ രഗനേ രസ്തേ ജനദേ രിഗദബലംബം റീബലവന്ദല വൈഡ അമ്പല വൈഡവ ശമ്പല വൗഡവ റീബല വൗഡല ബന്ധര വേദല ബന്ധല വൈഡവ ശമ്പം പരവം ദുരബല വൗഡ തച്ചബന റീബലവനബ റീബല വൗഡവ ശമ്പേ രിബദവരമ്പേ ഷൈഡവരമ്പേ സൈഡവരത്തല വൈഡവര അന്തല വൈഡവ റീബല വൗഡവ ശമ്പ രബന രിഗദ വൈഡ ഷൈഡ ദാന റീക അതലേ രഗദം റീബലവന്ദം റീബല വൗഡം ഷൈഡവരമദം അസ്തല വൈഡവ രമ്പ ജീബലബലബ റീഖ മനബ റിബദ രബന ശമ്പേ രബന ജിഗാരബല ബന്ധൂരമ ശമ്പാല ബന്ധുന ജലസ്തന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ വിടുവിച്ച് രക്ഷിച്ച് വഴി നടത്തുന്ന അരമനാഥന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പരിവർത്തിച്ച് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾ രൂപാന്തരപ്പെടുത്തി നമ്മെ പണിയപ്പെടേണ്ട മണ്ഡലങ്ങൾ പണിയപ്പെട്ട് വീണ്ടും നമ്മുടെ മുന്നിലുള്ള ഓട്ടസ്ഥിരതയോട് ഓടുവാൻ വേണ്ട ആത്മീക ശക്തി, ആത്മീക ചൈതന്യ, ദൈവിക അരുളപ്പാടുകൾ ദൈവം നമുക്ക് നൽകി. വീണ്ടും ഹല്ലേലൂയ ദൈവം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട അവസരമൊരുക്കി തന്ന ദൈവസഭയോട് ദൈവദാസന്മാരോട് നന്ദിയെ പറഞ്ഞുകൊണ്ട് ദൈവം ഇരിക്കുന്നു. ദൈവം നമ്മെ അവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളെ, അരുളപ്പാടുകളെ ഈ പ്രഥമ രാത്രി കാലം ദൈവം നമുക്ക് നൽകി തരുവാനിടയായി തീർന്നല്ലോ. കർത്താവിന്റെ അഭിഷക്തനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചല്ലോ. കുടുംബമായി പിന്നെയും അനുഗ്രഹിക്കട്ടെ, ശക്തമായി പിന്നെയും ദൈവം ഉപയോഗിക്കട്ടെ. നമ്മൾ കേട്ടല്ലോ, അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, നമ്മുടെ പദവിയിൽ നിന്ന്, ആത്മീയ അനുഭവത്തിൽ നിന്നെല്ലാം നമ്മെ തള്ളിയിട്ട് കളയുക എന്ന ലക്ഷ്യമാണ് എപ്പോഴും പിശാചിന്റെ ഭാഗത്ത്. എന്നാൽ അത് തിരിച്ചറിയുന്ന ഒരു ജയാളി, ആമേൻ, ഒരു ദൈവ പൈതൽ, ഹല്ലേലൂയ, ആ ദൈവഭയം, അതേ ദൈവകൽപ്പനകളെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ ഇടയായി തീരും. ആമേ, സമ്മർദ്ദങ്ങളോ സാഹചര്യങ്ങളോ വഴി പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. വളരെ ഐക്യതയോടെ സ്നേഹത്തോടൊക്കെ ജീവിച്ചു പോന്ന ആമേൻ, ആ ഏദൻ പൂങ്കാവനത്തിലെ ആദം ഹവ്വ ദമ്പതിമാരെ പല നിലയിൽ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ച പിശാചിന്റെ തന്ത്രങ്ങൾ ഒരു കണക്കിന് അവിടെ ജയിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, മറ്റൊരു അവസ്ഥയിലൂടെ, ഹല്ലേലൂയ, ആ കുടുംബത്തെ, ആമേ, മാനവരാശിയെ മുഴുവനായി രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ഓമനകുമാരനെ നൽകിയല്ലോ. ഹല്ലേലൂയ. അതേ, നമ്മളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവ്, മഹാരാജാവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്ത ജനം, ആമേൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും നമ്മളെ വിട്ടുകൊടുക്കരുത്. ഇതാണ് ഇന്നത്തെ സന്ദേശം നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, ആമേൻ, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. പലപ്പോഴും നാം തിരിഞ്ഞു നോക്കുമ്പോൾ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ പത്രോസിനെ രക്ഷിച്ചതുപോലെ, പത്രോസിന് വേണ്ടി അപേക്ഷിച്ചതുപോലെ നമുക്ക് വേണ്ടി അപേക്ഷിച്ചത് കൊണ്ട് നമ്മൾ നിലനിൽക്കുവാൻ ഇടയായി തീർന്നു. അതേ, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ ശത്രുക്കളാകുന്ന ആ അവസ്ഥ എത്ര പരിതാപകരമായ അവസ്ഥയാണ്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ ജഡത്തിന്റെ ചിന്തകളെല്ലാം ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അതേ, വൃക്ഷഫലം തിന്മാൻ നല്ലത്, കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, ഈ മൂന്ന് നിലയിലാണ്, ആമേൻ, അവർ പരീക്ഷയിതരായി തീരുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നാം നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകും കേട്ടോ. ഇന്ന് രാത്രി കാലം, ഹല്ലേലൂയ, കേട്ട ദൂതിന് മുൻപാകെ നമ്മെ സമർപ്പിക്കാം. നാം ഒന്ന് ക്രമീകരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ക്രമീകരിക്കുവാൻ, തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിച്ചു തന്നു. ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മെ അനുഗ്രഹത്തെ, നന്മയെ തടയുന്നു. അത് നമ്മെ മാത്രമല്ല, തലമുറകളെ ഒക്കെ അത് ബാധിക്കുമെന്ന് തന്റെ ദാസൻ കൂടെ കേൾക്കുവാൻ ഇടയായല്ലോ. ഹല്ലേലൂയ. ആമേൻ. കുടുംബത്തിനകത്തായാലും സഭയിലായാലും ചിതറിക്കിടക്കുന്ന, വിഘടിക്കുന്ന അനുഭവത്തിൽ നിന്നൊരു മാറ്റം. ഹല്ലേലൂയ. ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചല്ലോ. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നത് പോലെ, ഹല്ലേലൂയ, ആത്മാവിന്റെ ഐക്യത, അത് സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക എന്നുള്ള ദൂതുകളൊക്കെ നമുക്ക് ലഭിക്കുവാനിടയായല്ലോ. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. വന്നു ചേർന്നവരെല്ലാവരെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ആമേ, നാളത്തെ ആമേ വിശുദ്ധ ഉപവാസ ആരാധനയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ ജനങ്ങളെല്ലാം നാളെയും കടന്നു വന്ന് നാളെ വരുന്ന ദൈവദാസൻ കൂടെ ഒക്കെ ശക്തമായ ദൂതുകൾ, അരുളപ്പാടുകൾ പിന്നെയും നമ്മെ കേൾപ്പിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളായി ഈ കാലഘട്ടത്തിൽ ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ. യേശുവിന്റെ രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഒരു നിമിഷം കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് കേട്ട ദൂതിന് മുൻപാകെ ഒന്ന് സമർപ്പിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി ശക്തമായി സംസാരിച്ചല്ലോ. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞല്ലോ. തന്റെ ദാസിൽ കൂടെ ദൈവാത്മാവ് വ്യക്തമായി ഇടപെട്ടല്ലോ. തന്നെ കുടുംബമായി കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവം പിന്നെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ രക്തം ചെയ്യും. ഓ ഹല്ലേലൂയ. 3 കുഞ്ഞുങ്ങളെ കർത്താവ് കരം വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഫെർഡിനൻഡ് പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുകയാണ്, സ്തുതിക്കുന്ന കർത്താവേ. 3 ദിവസവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രികാലം ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ച ഒരു കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, പുതിയ വർഷത്തിൻ്റെ ആദ്യവാസത്തിൽ സ്തോത്രം ഞങ്ങൾക്ക് വന്നു ചേരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിവിധ വിഷയങ്ങളുടെ മുഖത്തുവാസത്തോടായിരിക്കുന്ന തൻ്റെ മക്കളെല്ലാം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിവാസങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമാക്കി ദൈവത്തോട് മാറ്റണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യ ദിവസം തന്നെ ഞങ്ങളോട് അവിടുന്ന് ഹൃദ്യമായി സംസാരിച്ചല്ലോ. കർത്താവേ, ഞങ്ങളെ പദവികളിൽ നിന്ന് തള്ളിയിടുവാൻ തക്കവണ്ണം ദുഷ്ടൻ പദ്ധതിയിടുന്ന സ്ഥാനത്ത് കർത്താവ് ഏദൻ തോട്ടത്തിൽ അതോ ദമ്പതികളെ സൃഷ്ടിച്ചവർക്ക് ഹല്ലേലൂയ തോട്ടം കാൽപ്പാനും വേല ചെയ്യുവാനും കർത്താവ് അവിടുന്ന് ആക്കി വെച്ചപ്പോൾ തൻ്റെ പദവികളെ മറന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പിശാചിൻ്റെ വാക്കിന് മുമ്പാകെ ഹല്ലേലൂയ അവരുടെ പദവികൾ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെങ്കിൽ കർത്താവേ സ്തോത്രം, ഞങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവാൻ കർത്താവിടെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വിവിധ വിഷയങ്ങൾക്ക് വിടുതലില്ലാതെ ഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളുടെ വിവാഹങ്ങൾ, കർത്താവരുടെ വിദ്യാഭ്യാസം, ജോലി, അവരുടെ ശുശ്രൂഷകൾ, സ്തോത്രം ദൈവവിളി എല്ലാം മനസ്സിലാക്കി സ്തോത്രം മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഭയോടുള്ള വാഗ്ദത്തങ്ങൾ, കുടുംബത്തോടുള്ളത്, വ്യക്തിപരമായത് സ്തോത്രം, തലമുറകളോടുള്ളത് കർത്താവേ, വലിയ പദ്ധതികൾ സ്തോത്രം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുമ്പോൾ സ്തോത്രം ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാതിരിക്കുമ്പോൾ സ്തോത്രം കാണുന്നതിനെ കണ്ടുകൊണ്ടുള്ള ഓട്ടമല്ല ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ഹല്ലേലൂയ മനസ്സിലാക്കിക്കൊണ്ട് ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുവാനോട് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങളുടെ കണ്ണുകളെ ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കി കളയാതെ വണ്ണം ആത്മീയ കണ്ണുകളെ ഒന്ന് തുറക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ യുവാസം വലിയ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിന്റെ ദാസനെ ശക്തിയോടെ കരങ്ങളെടുത്തല്ലോ. സ്തോത്രം. ഹല്ലേലൂയ തന്നെ കുടുംബത്തോട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാളെ കടന്നു വരേണ്ട കർത്താവിന്റെ ദാസനായി സ്തോത്രം. നാളെ ഞങ്ങളോട് ഇടപെടണമേ കർത്താവേ. സ്തോത്രം. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ ഹല്ലേലൂയ സഭയ്ക്ക് വേണ്ടി മനസ്സ് ചെയ്യുന്ന 4 പേരെയും കുടുംബങ്ങളായി ഞങ്ങൾ ഈ സമയോർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സൃഷ്ടിച്ച കർത്താവിന്റെ ദാസനെയും അവിടെ ശക്തീകരിച്ചെല്ലാം അടക്കത്രേ കൂടെ ഇരിക്കണമേ. ഇളയവനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ടുപിടിക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും കർത്താവെ വിശേഷാൽ അവിടുത്തെ വചനമാധികാരികമായി ശുശ്രൂഷിച്ച അങ്ങയുടെ വലിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ശുശ്രൂഷയിൽ അതേ സഹായിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ GS ജയശങ്കർ അവരോടുള്ള ദൈവസഭയുടെ നന്ദിയെ അറിയിക്കുന്നു. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് തന്നെ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക.